മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാ അദ്ദേഹം പറഞ്ഞത് അധികാരം വന്ന് 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നല്ല. അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അന്ന് കോടതി തീരുമാനപ്രകാരം ഏർപ്പെടുത്തിയ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയും പരിശോധിക്കുകയാണ് വേണ്ടത്. പരിശോധിച്ച് ആവശ്യമായ നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും നേരത്തെ തന്നെ സ്വീകരിച്ച നിലപാട് മുനമ്പം ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഭൂമിയുടെ അവകാശം കിട്ടണമെന്നാണ്. ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിന് ആ നിലപാട് പ്രാവർത്തികമാക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അന്ന് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം നിലപാടുകളുമായി മുമ്പോട്ട് പോകുമ്പോൾ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഭൂമി രജിസ്ട്രേഷൻ്റെ ഒക്കെ പ്രശ്നം ഉദിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ അത് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഭരണ നടപടികൾ ഉപയോഗിച്ച് ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന് ഊരാൻ കഴിയാത്ത നിലയിലേക്ക് പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള സമീപനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ അന്ന് ഗവൺമെൻറ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ സ്വയം ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറുന്ന മുഖ്യമന്ത്രിയുടെ സമീപനമാണ് തിരുത്തൽ വരുത്തേണ്ടത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അവിടുത്തെ കൈവശക്കാരോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. തുടർന്നും ആ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിക്കുക. അല്ല, അത് നിയമപരമല്ലേ? അത് അനാവശ്യമായ ആരോപണമാണ്. ഇതൊരു തുടർ പ്രോസസ്സല്ലേ? ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് വഖഫിൽ ഭൂമി രജിസ്റ്റർ ചെയ്യണം. വഖഫിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ നഷ്ടങ്ങൾ കണക്കാക്കി അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകാൻ സാധിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഇത് ഈ ഭൂമിയെ സംബന്ധിച്ച് തർക്കമുണ്ടല്ലോ. ആ തർക്കമുള്ള ഭൂമികളെല്ലാം, കേസിലുള്ള ഭൂമികളെല്ലാം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകണമെന്നൊരു നിലപാടാണ് എടുത്തത്. ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷനെ നിയോഗിച്ചത് ഇതിൻ്റെ അകത്തുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു ഗവൺമെൻറ്റിൽ. ആ ഗവൺമെൻറ്റിൽ ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ്റാണ് ആലോചിക്കേണ്ടത്. അതെ തന്നെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോകണം. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, അതും ആ വിമർശനം ഉണ്ടാക്കുന്നത് മീഡിയസ് ആണല്ലോ പ്രധാനമായിട്ട്. അത് ഈ ഇവിടെ നേരത്തെ തന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ശ്രമം പുതിയ അവിടെ PR ഏജൻസിനെയൊക്കെ വെച്ചിട്ട് അവർ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മീഡിയസും ഇത് വലിയ തോതിൽ ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിലപാടിൻ്റെ പ്രശ്നമല്ല. ഇതിന് കൂട്ടുത്തരവാദിത്തമാണ് ഈ കാര്യത്തിലുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പാർട്ടികളും അതത് പാർട്ടിക്കകത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം എന്താണെന്നുള്ള പരാജയം എന്നുള്ളത് ഒരു സത്യമല്ലേ? ഇനിയിപ്പോൾ അത് മറച്ചു വെക്കാനൊന്നും കഴിയില്ല. അത് അനുഭവപ്പെട്ടല്ലേ? ഭൂകമ്പമൊന്നുമില്ലാന്ന്. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിത്തറ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിലല്ലേ ഭൂകമ്പം ഉണ്ടാകുക. അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളാകെ ഇതിൽ നിന്നങ്ങ് മറിഞ്ഞു പോയിരിക്കുന്നു എന്നും നിങ്ങൾ ധരിക്കണ്ട. അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. എന്നാലും തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിക്ക് കാരണം എന്താണ് എന്നുള്ളത് PR ഏജൻസിയിൽ വെച്ച് പരിശോധിക്കല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി എന്താണ് കാരണം എന്നുള്ളത് പരിശോധിച്ച്
ആ കാരണം കണ്ടെത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തി തന്നെ ചെയ്യും. അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഏത് സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി മാറ്റണം എന്നൊരു വിമർശനങ്ങളാണ് എവിടെ എവിടെ ഏത് പാർട്ടിയിൽ ഏത് കമ്മിറ്റിക്കകത്ത് ഏത് കമ്മിറ്റിക്കകത്ത് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ ഇന്ന് വിമർശനം ഉണ്ടായല്ലോ എന്ന് പറയുന്നത്. അല്ല, ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കില്ല. ഇത്തരം വിമർശനങ്ങൾ CPIM-ന്റെ ഏത് കമ്മിറ്റിയിലാണ് ഉണ്ടായിട്ടുള്ളത്? ഏത് റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ മീഡിയാസിന്റെ റിപ്പോർട്ടല്ലേ? ഞാൻ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ പങ്കെടുത്ത ദിവസം പിറ്റേ ദിവസം അവിടെ കാണുന്ന വാർത്ത ആ ചർച്ചയിൽ ആ കമ്മിറ്റിക്കകത്ത് നടന്ന ചർച്ചയുമായി ഒരു ബന്ധവുമില്ലാത്ത വാർത്തകൾ പത്രങ്ങളിൽ വരികയാണ്. അതിനപ്പോ ഞങ്ങൾക്ക് എങ്ങനെയാ മറുപടി പറയാൻ സാധിക്കുക? ഞാനല്ല, വിമർശനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ കേരളത്തിലെ എല്ലാ പാർട്ടി കമ്മിറ്റിയിലും പങ്കെടുത്ത ഒരാളല്ല. വിമർശനമുണ്ട്, അതാണ് ചോദിക്കുന്നത്. വിമർശനം ഏത് കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കാൻ എളുപ്പമാണത്. ഞങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ ചോദിച്ചത് ഏത് കമ്മിറ്റിയിലാണ് വന്നത് എന്നുള്ളത്. അങ്ങനെ കമ്മിറ്റി ഏതാണ് ചോദിച്ചത്? മാധ്യമ കമ്മിറ്റി പ്രവേശനം ഇല്ലെങ്കിലും അതിൻ്റെ നടക്കുന്ന ചർച്ചയെല്ലാം മാധ്യമങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ പറയാലോ ഏത് കമ്മിറ്റിയിലാണ് വരുന്നത് എന്നുള്ളത്. ജനറലൈസ് ചെയ്ത് അത് ശരിയാവൂല. ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തെറ്റെന്താണെന്ന് പരിശോധിക്കാനും കണ്ടെത്താനും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ അഭിപ്രായങ്ങൾ കേട്ട് എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞങ്ങൾക്ക് പറയാലോ. ഇന്ന തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും തെറ്റ് തിരുത്താനുമുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കും. CPM പ്രത്യേകിച്ചും സ്വീകരിക്കും.